വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലോങ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് മുങ്ങിയതാണ്. പിന്നെ പൊങ്ങുന്നത് ഇപ്പഴാ. വേറൊന്നുമല്ലടാ, പനി പിടിച്ചിരിക്ക. അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല സൗണ്ട്. ഇപ്പോഴങ്ങോട്ട് സെറ്റ് ആയിട്ടൊന്നുമില്ല. എന്നാലും ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് അങ്ങോട്ട് തോന്നി. അപ്പൊ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ തൃശ്ശൂര് ഓണം ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. കൂടെ പാമ്പിനെ കെട്ടിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം നാളായിട്ട് എന്റെ റീൽസിൽ കിടന്ന് ഓടുന്ന സംഭവമാണ് കേട്ടോ ഈ ഓണം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് കാണാണ്ട് പോണത് മോശല്ലേ? ആണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? അത് കാണാൻ പോകണം. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓണം ഫെസ്റ്റ്. ബൈ ദ വേ ഞങ്ങൾ പോണ സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ട് ആയ എനിക്ക് ഓടി നടന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ ടോട്ടല് 5 പേരാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഓടി നടന്നെടുത്തെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരട്ടെ. ഓക്കെ കമോൺ. സത്യം പറയുകയാണെങ്കിൽ പനി ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ഉഷാറ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാനിത് കാണാൻ പോയി. അത് കഴപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടം കൊണ്ട് പോയല്ലേടാ. അപ്പൊ ആദ്യം തന്നെ നമ്മ കടന്നു വരുന്നത് ഇത്രയും പൂക്കളുള്ള ഒരു സ്ഥലത്ത് കാണട്ടോ. ഈ ചെടിപ്രാന്തൊക്കെ ഉള്ളവർക്ക് ഇതൊരു മിനി സ്വർഗം തന്നെ പറയാം. മഞ്ഞയും ചുവപ്പും വെള്ളയും ഒക്കെ ആയിട്ട് കുറെ കളറ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. അത് മാത്രല്ലടാ, നമുക്ക് കുറെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാനും എടുത്തായിരുന്നു 5-6 ഫോട്ടോസ് ഒക്കെ. ഇൻസ്റ്റഗ്രാം കണ്ടാലറിയാം. ഈ ബാക്കിൽ നടന്നു വരുന്നത് എന്റെ ഒരേ ഒരു അനിയത്തിയാണ് കേട്ടോ. അതൊക്കെ വിട്, ഇവിടെ ഭയങ്കര ചെളിയാണ് കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെരുപ്പ് പൊട്ടി ഇതിന്റെ ഇടയിൽ. പിന്നെ ആ പൊട്ടിയ ചെരുപ്പും വെച്ച് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് നടക്കേണ്ടി വന്നു. പിന്നെ എന്റെ ഭാഗ്യത്തിന് കാര്യമായിട്ട് അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഓടി നടക്കുന്ന സമയത്ത് ഞങ്ങളും പിന്നെ ആ വർക്ക് ചെയ്യുന്ന 2 ചേച്ചിമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പതുക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇല്ലടാ, എനിക്ക് ഇവിടുത്തെ എല്ലാ പൂക്കളും ഭയങ്കര ഇഷ്ടമായി. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കണ്ടു പോന്നു. സീ ദ റോസ് കളക്ഷൻ. എന്തോരം കളറ് റോസാ പൂക്കളാന്നറിയോ അവിടെ ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞാൽ ഇവർ ഈ പൂക്കളൊക്കെ എന്താവല്ലേ ചെയ്യാ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ തന്നെ കുറെ സ്ഥലങ്ങളുണ്ട്. അതും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങളെ വീട് തൃശ്ശൂരാന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കടോ. ഇതൊക്കെ അല്ലേ ഒരു രസം. പിന്നെ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറി ചെന്നത് ഒരുപാട് കിളികളുള്ള സ്ഥലത്തായിരുന്നു. ആൻഡ് ബേസിക്കലി എനിക്ക് ബേർഡ്സിനെ ഭയങ്കര പേടിയാണ്. പൂച്ചകളുടെ കയ്യിൽ നിന്ന് ഒരു 5-10 മാന്ത് വാങ്ങിയാലും എനിക്ക് പൂച്ചേനെ ഒട്ടും പേടിയില്ല. പക്ഷെ ഈ കിളികൾ ഇങ്ങനെ ചിറകടിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാ. അതൊരു പക്ഷെ എന്റെ ചെറുപ്പത്തിലുള്ള ട്രോമയായിരിക്കും. എന്താണ് ആ ട്രോമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് എന്റെ തറവാട്ടില് ഒരു കൊത്തണ കോഴി ഉണ്ടായിരുന്നു. അതിന്റെ 6-5 ചെറുപ്പത്തിൽ കൊത്തു വാങ്ങി കൂട്ടിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഈ വക സാധനങ്ങളെ ഭയങ്കര പേടിയാ. ഇതാന്നുണ്ടെങ്കിൽ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്ക. കിളി പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ഇതൊന്നല്ല മോനെ, ഒരു സാധനം വരും കാര്യം. ഞാൻ ഈ കഴുത്തിൽ കൂടെ ഒക്കെ പാമ്പിനെ ഇടുന്ന വീഡിയോ കുറെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെങ്കിലും ഞാനിത് ട്രൈ ചെയ്യുന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഈ പാമ്പിനൊക്കെ പിടിക്കാൻ എക്സ്ട്രാ ചാർജസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിവേ നമുക്ക് പാമ്പിന്റെ കാര്യത്തിലോട്ട് കടക്കാം. എനിക്ക് ഈ പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒരൊറ്റ നല്ല ഫോട്ടോ കിട്ടിയില്ല എന്നതാണ് സത്യം. ഞാൻ പോസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ, പാമ്പ് നല്ല കട്ടയ്ക്ക് പോസ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെന്നെ ഉപദ്രവിച്ചൊന്നുമില്ല. എന്നാലും പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി. എന്നാൽ ഞാൻ അത് ചെയ്യാൻ ചെയ്തു. പിന്നെ എനിക്ക് പനി ഉണ്ടായിരുന്നടാ. എന്റെ പാമ്പല്ല, പാമ്പിന് പനി കിട്ടിയാവോ എന്തോ. ഈ പാമ്പിനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ കുറെ പേര് നിനക്ക് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മക്കളെ സത്യാവസ്ഥ. ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. സംഭവം കൊള്ളാം. സത്യം പറയാലോ, ഈ വീഡിയോ ഇപ്പൊ കാണുമ്പോ വരെ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു പെടപ്പ്. നിങ്ങളെ ധൈര്യശാലിയായ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ധൈര്യമുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പാമ്പല്ലേ, ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ദിസ് പാമ്പ് മേഡ് മൈ ഡേ. കാരണം
ഒരു എൻ്റയർ ഡേ ഞാൻ ആലോചിക്കാന്നുണ്ടെങ്കിൽ ഈ പാമ്പിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട്, അതായത് ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാമ്പിനെ കുറിച്ച് എനിക്ക് ആലോചിക്കുന്നുണ്ടാവുക. ഇതിനു മുമ്പ് കുറെ ഫ്ലവേഴ്സ് കണ്ടു, ഇതിന് ശേഷം കുറെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ഇതൊന്നും അല്ലടാ, പെട്ടെന്ന് ആലോചിക്കാൻ പറഞ്ഞ എനിക്ക് ഈ പാമ്പിനെ എനിക്ക് ഓർമ്മ വരാം. കൃത്യം ഒരു 5-6 മിനിറ്റ് കൂടിപ്പോയാൽ ഞാൻ ആ പാമ്പിനെ പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ആൾക്ക് തിരിച്ചു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല പേടിയുണ്ട്. അഥവാ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴോ, അല്ലെങ്കിൽ ഇതെൻ്റെ ഉള്ളിലേക്ക്, ഐ മീൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോവോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പാമ്പിന് തന്നെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എനിവേ, നമുക്ക് അവിടെ പാമ്പിനെ കൊടുത്തിട്ട് അടുത്ത പരിപാടി എന്താന്ന് നോക്കാം. ആ പാമ്പിനൊന്ന് കൊടുത്തപ്പോഴാണ് കേട്ടോ എന്റെ ദീർഘശ്വാസം ഒന്ന് വീണത്. പാമ്പിനെ കൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോ ഉണ്ടടാ കിളികളൊക്കെ പ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വിറ്റയങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്നൂടെ എന്ന് ചോദിക്കണമെന്നുണ്ട്. ഈ ചെറിയ ചെക്കനെ നോക്കിയടാ, എന്ത് രസമായിട്ടല്ലേ പാമ്പിനെ പിടിക്കണേ. ഞാനൊക്കെ പകുതി ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടാവും ആ പാമ്പിനെ പിടിച്ചപ്പോ. പിന്നെ ആ ഒരു സെക്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുണ്ടായത് ദേ ഇങ്ങനെ ഹലോ ഹായ് എന്നൊക്കെ പറയുന്ന ഒരു വെകിളി പിടിച്ച റോബോട്ട് ഡോഗിനെയാണ് കേട്ടോ കാണാൻ നമുക്ക് പറ്റുക. ഇത് ഒരാവശ്യമില്ലാണ്ട് ചാടും, ഇരിക്കും, നിൽക്കും, നടക്കും, ചില സമയത്ത് നമ്മളെ പിന്നാലൊക്കെ വരും. എന്തായാലും സംഭവം ഉഷാറാടാ, കൊള്ളാല്ലേ. എത്ര കൊള്ളാന്ന് പറഞ്ഞാലും ഇത് അടുത്ത് വന്നാൽ നമ്മളൊന്ന് പേടിക്കും ട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഇങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ ഷോപ്പുകളുള്ള ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കടന്നു വരാ ഒരുപാട് ഫർണിച്ചറുകൾ ഉള്ള സ്ഥലത്ത്. എന്റെ ചെറുപ്പത്തില് ആദ്യമായിട്ട് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വന്നപ്പോഴാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഫർണിച്ചറുകൾ ഇതുപോലെ ഇട്ട് കണ്ടിട്ടുള്ളത്. അന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇത് സെയിൽ ചെയ്യാനാണ് കൊണ്ടിട്ടിട്ടുള്ളതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തിനീ ആൾക്കാർ ഈ കട്ടിലും കിടക്കൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ടുള്ളത്. ഫർണിച്ചറുകൾ മാത്രല്ല കേട്ടോ, വേറെയും ഒരുപാട് സാധനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇതെന്തോ മസാജ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. കണ്ടോ, ആൾക്കാർക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത ശരീരത്തിൽ ഉണ്ടാവുന്ന സകലமான അസുഖങ്ങളും മാറുന്നാണ് ഇവിടെയുള്ള ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഞങ്ങൾ എന്തായാലും അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, ഇങ്ങനെ കണ്ടു നടന്നു. പിന്നെ ഒരു കട ഒന്നും ആയിരുന്നില്ല കേട്ടോ, 2-3 എത്രങ്ങാണ്ട് കടകൾ ഈ മസാജറിന്റെ സാധനത്തിന് വേണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നടന്നപ്പോൾ ഉണ്ടടാ അവിടെ നമ്മുടെ ബുക്കിന്റെ സെക്ഷൻ. എനിക്ക് ഈ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രാന്ത. പക്ഷെ ലാസ്റ്റ് വാങ്ങിച്ച ബുക്ക് ഇതുവരെ വായിച്ചു തീരാത്തോണ്ട് വേറൊരു ബുക്ക് വാങ്ങിക്കാൻ ഒരു മടി. പക്ഷെ അവിടെ നല്ല വില കുറവിന് ബുക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 250, 200, 150 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ബുക്കുകൾക്കും. പക്ഷെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്ന ബുക്ക് വായിച്ചു തീർന്നിട്ടില്ല. അപ്പൊ അടുത്ത ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എന്തായാലും ഇപ്പൊ ഉള്ള ബുക്ക് വായിച്ചു തീർത്തതിന് ശേഷം മാത്രമേ അടുത്തൊരു ബുക്ക് വാങ്ങിക്കൂ എന്നുള്ളത്. അത് കഴിഞ്ഞ് അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെക്കൻ എന്തോ സോപ്പോ വെളുക്കുന്നോ ടാൻ പോകുന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നേ. ഓരോരോ കച്ചവട തന്ത്രങ്ങൾ അല്ലാണ്ട് എന്തുട്ടാ പറയാ. അടുത്ത വരുന്നതാണ് ഈ കളിപ്പാട്ടങ്ങള്, വള, മാല, ക്ലിപ്പ്, അങ്ങനെ അല്ലറ ചില്ലറ സകലമായ സാധനങ്ങളും. ചെറുപ്പത്തിലൊന്നും ഈ വള, മാല, കമ്മല് ഇതിനോടൊന്നും ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ നല്ല ഒരു 1 ഇയർ മുൻപ് വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനങ്ങളോടും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഇടയ്ക്ക് വാങ്ങിക്കൂട്ടിയ കുപ്പി വളയുടെയും കമ്മലിന്റെയും ക്ലിപ്പിന്റെയും ഒന്നിന്റെയും കണക്ക് ഇവിടെ പറഞ്ഞ തീരില്ല ഗൈസ്. ഒരു ഡേ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അങ്ങനത്തെ ഐറ്റംസ് മാത്രല്ല, കുഞ്ഞിപ്പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറെ ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തോക്കും, ബൈക്കും, കാറും എല്ലാതും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വരിക, വാങ്ങുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു വെറൈറ്റി സാധനം കണ്ടത്. എന്താണെന്നറിയോ, ഒരു ആർട്ടിഫിഷ്യൽ കേക്കോ പിസ്സയോ എന്തായാലും സംഭവം കൊള്ളാം. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോയ്സും എല്ലാതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് നടന്നപ്പോ ഉണ്ടടാ കുറെ 90s മിഠായി. ഇതൊക്കെ 90s മിഠായി ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ 2-3 എണ്ണൊക്കെ എന്റെ പപ്പ ചെറുപ്പത്തിലെ കൊണ്ട് തന്നതൊരു ഓർമ്മ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ എന്റെ കൂടെ വന്ന എന്റെ മൂത്തുമ്മക്ക് ഇത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ പകുതി മുക്കാൽ മിഠായിയുടെ നെയ്മൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിൽ എവിടേക്കോ ഒരു കണ്ടു മറന്ന ഒരു ഓർമ്മ, അതൊക്കെ തന്നെ. പിന്നെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെറൈറ്റീസ് ഓഫ് പപ്പടങ്ങൾ
സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് എന്തൊക്കെയോ വാങ്ങുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് വേറെ എന്തൊക്കെയോ ചെയ്ത് നിൽക്കുക. പിന്നെ ഇവര് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് 1-2 തരും. ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാലോ. അങ്ങനെ ഈ നടന്നു പോണ വഴിക്ക് ഇവിടെ മാട്രസുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കത്തി, കടാര, കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലൊന്നുമല്ല എന്റെ കണ്ണുടക്കിയത്. നേരെ പോയപ്പോ കുറെ സ്റ്റിക്കറുകള്, പിന്നെ ഉഡായിപ്പ് ഇറേസേഴ്സ്, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉള്ള കടകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്നത് അവിടെ കാണും. എനിക്കിപ്പോഴും ഈ സ്റ്റിക്കറുകള്, ചെറിയ ചെറിയ സ്റ്റഫുകളൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. പിന്നല്ലേ ഞാൻ അവിടെ ലബൂബുവിന്റെ സ്റ്റിക്കറും കൂടെ കണ്ടു. ഞാനത് വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇപ്പൊ വേണ്ട, എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. സമയമാകുമ്പോഴേക്കിനും നമുക്ക് വാങ്ങിയാൽ മതിയാവോലോ. പിന്നെ അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ കീ ചെയിൻസ് ഉണ്ടായിരുന്നു. എനിമേ ക്യാരക്ടർ, പിന്നെ നമ്മുടെ ഹാരി പോട്ടർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിലെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്രൈ ബേബിയുടെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഐ ഡോണ്ട് നോ വൈ ഐ ആം സ്റ്റിൽ ക്രേസി അബൌട്ട് ദിസ് ക്രൈ ബേബി. ചെറിയ പിള്ളേർക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓണം വെക്കേഷനൊക്കെ അല്ലേ മക്കളെ, ഇങ്ങോട്ട് പോരെ, കുറെ ഉണ്ട് കാണാന്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് നടന്നു പോയ സ്ഥലം ഏതാന്ന് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞ. ദേ നോക്കിയേ, ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മ കണ്ട ചെടികളല്ല, ഇതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ചെടികളാണ് കേട്ടോ. അത് കഴിഞ്ഞ് അച്ചാറുകളാണ് ഉള്ളത്. അവിടുത്തെ ചേട്ടൻ ആരോടോ കഷ്ടപ്പെട്ട് കുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് വേഗം മാറി. അവിടുന്ന് മാറിപ്പണ്ടാതെ പിന്നെയും ചെടികൾ വിൽക്കാൻ നിൽക്കണവര്. നമ്മുടെ തൃശ്ശൂര് ഈ ചെടികളോട് ഇത്ര പ്രാന്തുള്ളവരുണ്ടെന്ന് എനിക്ക് ആദ്യം അറിയണ്ടായില്ല കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ടുള്ളൊന്നും കാണാനൊന്നുമില്ല. ഈ സാധാരണ ഉണ്ടാവണ സാധനങ്ങളൊക്കെ ദേ ഇപ്പൊ ഈ കാണുന്ന സംഭവമില്ലേ, ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞു. പക്ഷെ ഇത് ശരിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇതിന് മുമ്പുള്ള സംഭവങ്ങളാട്ടോ. ഈ മൊസ്കിറ്റോ എന്തൊക്കെയോ സംഭവങ്ങൾ, കൊതുകൊക്കെ പോകുന്നവര് പറയണേ. പിന്നെ ഈ ചേട്ടൻ ഈ ഊതുന്ന സംഭവം കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കുറെ ചെയ്തിട്ടുള്ളതാ. അന്നൊക്കെ എന്തോ ഇതൊരു വലിയ മാജിക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഉഡായിപ്പ് അങ്ങനൊക്കെ തോന്നാറുണ്ട്. എനിവേ ആ ഫൈനൽ വർക്ക് കൊള്ളാലേ, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ പെയിന്റിങ്സ് ഒക്കെ വെക്കണതാ. ഇത് പെയിന്റിങ് അല്ല, ഈ പെയിന്റിങ്ങുകളുടെ കോപ്പിയാണ് കേട്ടോ. ഇവിടെ നിന്ന് 2 പെയിന്റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 400 എന്തോ ആണ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് മാറിയപ്പോണ്ടടാ അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. വേറെ ഒന്നുമല്ല, ബലൂൺ ആർട്ടാണ്. ഇവിടെ നിന്ന് 1, 2, 3 എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന എന്റെ കൂടെ ഉള്ളവര് പറയും, ഓ അവൾക്കൊന്നും അറിയാത്ത പോലെ, ഞാനത് തലയിട്ടിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നേ, എന്ത് ചെയ്യാൻ. പിന്നെ ഇതാണ് എന്റെ അനിയത്തി, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതന്നെ. ഒരു കിരീടം ചെങ്കോലും അവൾക്കും ഞാനും ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. അപ്പുറത്തുണ്ടായിരുന്നത് ഒരു ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറെ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് വെച്ചോണ്ടാണോ എന്നറിയില്ല, പോണോരും വരുന്നവരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ചെറിയ രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ വരെ വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാലേ. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലാട്ടാ. പണ്ട് എനിക്ക് ഈ വെർട്ടിക്കലായിട്ട് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല രീതിക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചൊക്കെ ധൈര്യം വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ക്ലിപ്പുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും പിന്നെ വടാപ്പാവല്ല പാവ് ബജി. ഈ രണ്ടും എനിക്ക് എപ്പോഴും തെറ്റും. പിന്നെ ഈ സാധനമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ ഹോസ്റ്റലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കോളേജിൽ എന്റെ ഹിന്ദിക്കാരായിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ പറയാ ഈ സാധനം. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ എങ്ങനെയുണ്ട് ഗായ്സ് നമ്മുടെ തൃശ്ശൂരിന്റെ ഓണം ഫെസ്റ്റ്? നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമന്റ് ചെയ്യട്ടെ. ഇന്നിപ്പോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പോയി വന്ന പോലൊക്കെ തന്നെ ഒരു വൈബ് കിട്ടണില്ലേ? അപ്പോഴും നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യുക. കേരള സമയത്ത് നല്ല മഴ ആയിരുന്നെങ്കിലും വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. മഴക്കാറും മഴയൊക്കെ കണ്ടോണ്ട് ഒരു തരി പോലും സൺസ്ക്രീൻ ഇടാണ്ട് വന്ന ഞാൻ എന്തായി, ഞാനിവിടെ അത് പറയണില്ല. അങ്ങനെ കുറെ നാളായി ഓണം ഫെസ്റ്റ് കാണണം എന്നുള്ള ആഗ്രഹം ഞാനിവിടെ സബലീകരിച്ചോണ്ട് ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് അധികം ലോങ് ആണ് കേട്ടോ. ബോറടിക്കണമെങ്കിൽ അതൊക്കെ പറയണം. അറിയാലോ, ഞാൻ അക്കൗണ്ട് തുടങ്ങി അധികം ഇങ്ങോട്ട് ആയിട്ടില്ല. ലോങ് വീഡിയോസ് തുടങ്ങിയിട്ട് അത്രേ ആയിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ വരും. നിങ്ങളാണ് അതെനിക്ക് ക്ലിയർ ചെയ്ത് തരേണ്ടത്. സത്യം പറഞ്ഞ വീഡിയോ ഇതിനും കൂടുതൽ എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ചുമ, പനി ഇതൊക്കെ കാരണം
കാരണം കൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. അതൊക്കെ പോട്ടെ ഗൈസ്, ഈ കായ നോക്ക്, ഇത് റംബൂട്ടാനല്ല, പക്ഷെ റംബൂട്ടാൻ പോലെ ഇല്ലേ കാണാൻ. ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിലൊരു കുഞ്ഞു കഷ്ണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഭയങ്കര ചെറുതാട്ടോ, ഒരു ചെറിയ റംബൂട്ടാൻ പോലൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, വീഡിയോ കാണുന്നവര് അഭിപ്രായങ്ങൾ പറയാ. ഓക്കെ, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ഫീവർ ഉണ്ടായിരുന്നു. അതുമാത്രല്ല, ഇതിപ്പോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് പോലും എനിക്ക് നല്ല രീതിക്ക് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കുറെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയത്. അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും കിടിലനാക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ നേരെ വീട്ടിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. വീട്ടിലോട്ടല്ല, നമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. പിന്നെ സമയം ഒരു ഉച്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശപ്പ് ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. എപ്പോഴും ഈ ബിരിയാണി, മന്തിയും ഷവായ, അൽഫാം ഒക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോ ഓർഡർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ നമ്മൾ ഊണും പറഞ്ഞിട്ടുണ്ട്. ഞാനും ഊണാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് സദ്യ ആണ്. ആൻഡ് ദിസ് ഇസ് അടിപൊളിയാണ്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ.